C4 ക്രാഫ്റ്റ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള പൂരി മസാല വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പൂരി ഉണ്ടാക്കി എടുക്കുന്നതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൂരി ക്രിസ്പി ആയിരിക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദാമാവ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മാവൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ പച്ചവെള്ളം ചേർത്താണ് ഇവിടെ കുഴച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനൊരു തിക്കായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പിയായ പൂരി കിട്ടും. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 സവാള പൊടിയായി അരിഞ്ഞെടുത്തത് ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിരുന്നത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. പിന്നെ ഞാനതിലേക്ക് ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി വെന്ത കിഴങ്ങായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചതിന് ശേഷം പൂരി ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മാവ് ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള പൂരിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിതുപോലെ എല്ലാ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ഉരുളകളും ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. ഞാൻ ചപ്പാത്തി പ്രസ് ഉപയോഗിച്ചാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായി പൊരിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ പരത്തിയെടുത്ത പൂരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൂരി ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൂരിയിലൊക്കെ എണ്ണ പൊടിക്കും. അപ്പോൾ നമ്മുടെ പൂരി നല്ലതുപോലെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ പൂരിയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം.
പിന്നെ നമ്മൾ റവയൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് പൂരി. ഇതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും തന്നെ പിടിച്ചിട്ടില്ല. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്